ഉറപ്പായിട്ട് രാവിലെ സജഷൻസും പുള്ളി സെറ്റ് ചെയ്യുന്നൊരു സ്പേസിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീല് കിട്ടും. ആൻഡ് ഹൊറർ ഫീൽ ആണ്. ഇച്ചിരി ഹൊററായിരിക്കും. പ്രണവ് ചേട്ടൻ ഭയങ്കര ഒരു കൈൻഡ് മനുഷ്യൻ. ഫസ്റ്റ് ഡേ തന്നെയാണ് എൻ്റെ ആ ടെറസിലെ ഫുട്ബോള് സീനൊക്കെ എടുത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്, ഇത് എങ്ങനെ ഇത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഓവറായിപ്പോൾ. അപ്പം ഞാൻ പ്രണവ് ചേട്ടൻ എപ്പോൾ കണ്ടാലും ചേട്ടൻ ഒന്ന് ഫ്രീ ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി എന്ത് ചെയ്യണമെങ്കിൽ അത് നിർത്തിയിട്ട് എൻ്റെ കൂടെ വരും. എന്നിട്ട് ഇങ്ങനെ ആടെ പ്രാക്ടീസ് ചെയ്യും, നീ പറ ഞാൻ തിരിച്ചു പറയാം. അപ്പം പുള്ളി ഇംപ്രവൈസ് ചെയ്യും, എനിക്ക് കുറേ സജഷൻസ് തരും. അപ്പം ചേട്ടൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ മോനെ നന്നായിട്ട് ചെയ്തു, നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ ഷൂട്ട് ചെയ്തപ്പോൾ എന്നൊക്കെ ജെന്യൂനായിട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ലില്ല, സേഫായിട്ട് ഷൂട്ട് ചെയ്തു. കുറേ പേര് ഇപ്പോൾ കമൻസിലൊക്കെ ബ്രോ കാമാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ബ്രോ ഡിസ്ചാർജ് ആയോ എന്നൊക്കെ ചോദിക്കുന്നത്. സ്പെയിനിൽ നടന്നതൊക്കെ ശരിക്കുള്ള എന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഇങ്ങനെ കഥ പറയും, ആടാ ഞാൻ ഇവിടെ പോയി ഇവിടെ നിന്ന് ജോലി ചെയ്തു, എന്നിട്ട് മല കയറി എന്നൊക്കെ പറയും, കുറെ കഥയൊക്കെ പറയും. ശരിക്കുള്ള കഥകള് ഞാനും പടത്തിന്റെ ഒരു കുറച്ച് ബിറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായുള്ളൂ. അപ്പൊ തന്നെ മറ്റേ കുട്ടി ഫൈറ്റ് ചെയ്യുന്ന സീനൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര രോമാഞ്ചൊക്കെ അടിച്ചായിരുന്നു. ഹിറ്റാണെന്ന് അറിയാം, ഇൻഡസ്ട്രി ഹിറ്റ് പോസ്റ്റർ ചെയ്യേണ്ടി വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ സന്തോഷം അങ്ങനെയൊക്കെ കിട്ടുന്നത്. പ്രണവ് ചേട്ടൻ ചെയ്ത എല്ലാ പോസ്റ്റേഴ്സിനും എന്റെ പോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതൊന്നും ആരും കാണാതിരിക്കട്ടെ. അപ്പൊ നമസ്കാരം, മീഡിയോന്റെ കൂടെ ഉള്ളത് അരുൺ. കുറച്ചുകൂടെ മനസ്സിലാകും, എസ്തെറ്റിക് കുഞ്ഞമ്മ എന്നുള്ള ബ്രാൻഡ് കൂടെ വരുമ്പോൾ പെട്ടെന്ന് ആളുകളിലേക്ക് ഇപ്പൊ കണക്ട് ആവുന്ന പേരാണ്. ഡയസിരെ വന്നതോടുകൂടെ വലിയ രീതിയിൽ അപ്രിസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ടു ബി ഇൻ ദിസ് കോൺവെർസേഷൻ. കൺഗ്രാറ്റുലേഷൻസ് ഓൺ ഡയസിരെ. എന്തൊക്കെയാണ് അതിന്റെ റെസ്പോൺസസ് വരുന്നത്? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് ആഫ്റ്റർ റിലീസ്? ഗംഭീര റെസ്പോൺസ്. നല്ല ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് പടം. എനിക്ക് ലൈക്ക് ചെറുപ്പം തൊട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുന്നു. ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് വലിയ ആൾക്കാർ എനിക്ക് എന്നെ വിളിച്ചൊക്കെ, വിനീതേട്ടനൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, അൻവർ റഷീദ് സാർ പറഞ്ഞു. സോ ഞാൻ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരുപാട് ഭയങ്കര റെസ്പോൺസ് വരുന്നുണ്ട്. ഭയങ്കര ഓവർവെൽമിങ് ഫീല്. വീട്ടുകാർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അടിപൊളി. കിരൺ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മള് മുൻപ് കണ്ട സമയത്ത് ഒരു ചെറിയ എലമെന്റ് പോലെയുള്ള ഒരു ക്യാരക്ടറാണെന്ന് വിചാരിക്കുന്നു. രാഹുൽ സദാശിവന്റെ ചിത്രങ്ങളിലാണെങ്കിലും വളരെ ചെറിയ എമൗണ്ട് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. അവർക്ക് പക്ഷെ പെർഫോം ചെയ്യാൻ സ്പേസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഈ കിരണിന്റെ ക്യാരക്ടർ വരുമ്പോൾ ഇറ്റ്സ് ഭയങ്കര സർപ്രൈസിങ്. ഒരു പോയിന്റ് കഴിയുമ്പോൾ കിരൺ അത് ആ പെർഫോമൻസിൽ ആ കഥയെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനിൽ കഥയിലേക്ക് ആളുകളെ ഇന്നാക്കുന്നുണ്ട്. ഈ കിരൺ എത്രത്തോളം ഡെപ്ത് ഉള്ള ക്യാരക്ടർ ആയിരുന്നു? എന്തൊക്കെയായിരുന്നു അതിലെ ചലഞ്ച്? ഇപ്പം എൻ്റെ അടുത്ത് രാവിലെ ഇങ്ങനെ പറഞ്ഞിരുന്നു, അരുണ് നിനക്ക് ഇങ്ങനെ കരയാനും പരിപാടിയൊക്കെ പറ്റുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സിഗരറ്റ് വലിക്കാനൊക്കെ അറിയാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആക്ച്വലി ഇപ്പം കിരൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരുപാട് ലെയേഴ്സുള്ള, കുറച്ച് പ്രശ്നങ്ങളുള്ള, ഓൾറെഡി ഒരു ട്രോമയിൽ കൂടെ പോയി അത് കണ്ടിട്ട് ഉറങ്ങാനൊക്കെ പറ്റാതിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻഡെപ്ത് ഒരു ഡീറ്റെയിൽ രാവിലെ തന്നിട്ടുണ്ടായി. ഈ ക്യാരക്ടർ എന്താണ്, അവൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, വീട്ടുകാരെങ്ങനെയാണ് അവനോട്, നാട്ടുകാർ അവനെങ്ങനെയാണ് കാണുന്നത്, അവൻ്റെ ഹോബി എന്തൊക്കെയാണെന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട്. പിന്നീട് ഞാൻ ഈ പറയുന്ന പോലെ ഫോർ ഒരു പ്രിപ്പറേഷൻ പോലെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ ഗോപൻ ചിദംബരം സാർ, അപ്പം സാറിൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ ചോദിക്കും ഓരോ ഡൗട്ട് ഓരോ പടത്തിന് മുന്നേ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ കിരണിൻ്റെ ഒരു ഡേ ഫിഗർ ഔട്ട് ചെയ്താൽ മതി, ആ ഒരു ദിവസം നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നിനക്ക് ഈസി ആയിട്ട് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു സജഷനാണ് എനിക്ക് തന്നെ. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ തലയുടെ അകത്ത് തന്നെ കിരണിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കി, അവൻ എന്താണ് പുറത്ത് ചെയ്യുന്നത്, അവനെങ്ങനെ പ്രണവ് ചേട്ടൻ അറിയാം എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങളും. പിന്നീട് ഈ പറയുന്ന പോലെ സെറ്റിൽ ആസ് ചാലഞ്ചസ് എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ. പിന്നെ പ്രത്യേകിച്ച് രാഹുലേട്ടനെ പോലത്തെ ഒരു ഡയറക്ടർ വരുമ്പം എല്ലാവരും പുള്ളി എലിവേറ്റ് ചെയ്യും. ഒരു ആക്ടർ എന്ന നിലയ്ക്കും അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ആണെങ്കിലും ഒരു ഗംഭീര ഡയറക്ടറെ കിട്ടിയാൽ നമ്മളെ പൊക്കിയെടുക്കുമല്ലോ. അപ്പോൾ സോ അതേപോലെ വെരി ഗ്രേറ്റ്ഫുൾ ടു വർക്ക് വിത്ത് ഹിം. നല്ലൊരു ഈറി ആയിട്ടുള്ളൊരു എൻവയൺമെന്റിൽ നമ്മളെ കൊണ്ട് നിർത്തിത്തരും. സോ ഓൾറെഡി ഞാൻ അവിടെ കുറേ നേരം സംസാരിക്കാതെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കുറച്ച് പ്രാന്തായൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ നോക്കിയായിരുന്നു. ഒരുപാട് വലിച്ചോന്ന് അറിയില്ല, പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ച് ചെയ്തു. ഇതൊക്കെയായിരുന്നു ഒരു പരിപാടി. ഈ ക്യാരക്ടറിൽ ഫസ്റ്റ് കാണുമ്പം, അതായത് ഓപ്പണിംഗ് സീനിൽ തന്നെ ഇതിന്റെ ഒരു ഹൊറർ മൂഡിലേക്ക് നമ്മളെ ഇന്നാക്കുന്നത് ഇയാൾ കൊടുക്കുന്ന എക്സ്പ്രഷൻ ആണ്. അതായത് കോർ എലമെന്റിനെ നോക്കി ഇയാൾ കൊടുക്കുന്ന എക്സ്പ്രഷനിലാണ് ഇതിന്റെ ഡെപ്ത് ആളുകൾക്ക്, ഫോർ ഓഡിയൻസ് അത് കണക്ട് ആവുന്നത്. അതൊരു ഭയങ്കര റിസ്ക് അല്ലേ? നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആയ ഒരു ഡയറക്ടർ ഹി സേയിങ് ലൈക്ക് യു ആർ ഓപ്പണിംഗ് മൈ മൂവി എന്ന് പറയുന്ന ഒരു വെയിറ്റ് അവിടെ കാണുന്ന സമയത്ത് ഫീൽ ചെയ്തു. അരുണത് ഫീൽ ചെയ്തോന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു വെയിറ്റ്, നിങ്ങളുടെ എക്സ്പ്രഷനിലൂടെ ആളുകൾ സിനിമയിലേക്ക് കണക്ട് ആവുന്നു എന്നുള്ളതിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ?
അതെങ്ങനെയായിരുന്നു? അത് തന്നെയായിരുന്നു ശരിക്കും ഓപ്പണിംഗ് ഫസ്റ്റ് ഷോട്ട് വന്നത്? എനിക്ക് തോന്നുന്നു പടത്തിലെ ഫസ്റ്റ് സീന് തൊട്ടേ ജിബിൻ ചേട്ടന്റെ സീനുകളായിരുന്നു ആദ്യമേ തുടങ്ങുന്നത്. പിന്നീട് എനിക്ക് ഈ പറയുന്ന പോലെ ഒരു വളരെ മോശം സാധനം സംഭവിക്കുന്നു, ഒരു വൻ നാട്ടുകാരൊക്കെ നോക്കി കാണുന്ന ഒരു ഭയങ്കര മോശം പരിപാടി നടക്കുമ്പോഴത്തേക്കും അത് നിന്റെ ഒരു വേണ്ടപ്പെട്ട ഒരാളാണ് അങ്ങനെ സംഭവിച്ചേക്കുന്നത്, നീ അത് നോക്കി നിന്നാ മതി, വേറൊന്നും ചെയ്യണ്ട, നോക്കി സ്റ്റെയർ ചെയ്ത് നിന്നാ മതി, ഇടയ്ക്ക് നീ ചുറ്റുമൊക്കെ നോക്കിക്കും. അപ്പം മീ പേഴ്സണലി ആസ് എ ക്യാരക്ടർ, കിരൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അപ്പൊ സോ പുള്ളിക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നറിയില്ല, പുള്ളി ചുറ്റും നോക്കിയേക്കും. അപ്പൊ അങ്ങനത്തെ സജഷൻസ് ഉണ്ടായിരുന്നു. എനിക്കും അങ്ങനെ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ അത് കുറെ നേരം കണ്ടിട്ടൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടും എല്ലാം ഇങ്ങനെ തോന്നി. സോ ഓട്ടോമാറ്റിക്കലി അത് വന്ന ആ റിസ്ക് എലമെന്റ് ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുമെന്നും പടത്തിൽ വരുമെന്നറിയാം, എന്നാൽ പോലും അങ്ങനെ ചേച്ചി പറഞ്ഞ പോലത്തെ ഒരു എലമെന്റ് എനിക്ക് അറിയില്ലായിരുന്നു. ഇതിന് ശേഷം പ്രണവിനെ കാണുന്ന സമയത്തും ഇയാള് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ആളുടെ അടുത്ത് സംസാരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ് നമുക്കൊരു ഹീസ് നോട്ട് ദാറ്റ് കൂൾ, ഇത്ര കൂൾ ആയിട്ടുള്ള ആളല്ല. നേരത്തെ പറഞ്ഞ പോലെ സിഗരറ്റിൽ കൈ വിറയ്ക്കുന്നതിലടക്കം ആളുകളിലേക്ക് അത് കണക്ട് ആവുന്നുണ്ട്. ഈ ബോഡി യൂസ് ചെയ്യുക എന്ന് പറയുന്നതിൽ ഭയങ്കര കോറായിട്ടുള്ള പരിപാടിയാണല്ലോ. അത് എങ്ങനെയാണ്? ഡയറക്ടറുടെ കൃത്യമായിട്ടുള്ള ഡയറക്ഷനിലൂടെ തന്നെ പോകുന്ന ആക്ടറാണോ, അത് ഈ പറഞ്ഞ പോലെ എല്ലാ എലമെന്റും വെച്ചിട്ട് ഇംപ്രവൈസ് ചെയ്യുന്നതാണോ? ഉറപ്പായിട്ട് രാഹുലിന്റെ സജഷൻസും ഒന്നാമത് പുള്ളി സെറ്റ് ചെയ്യുന്ന ഒരു സ്പേസിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീല് കിട്ടും. ആൻഡ് ഹൊറർ ഫീൽ ആണോ? ഇച്ചിരി ഹൊററായിരിക്കും. അപ്പം പ്രീവിയസ്ലി ഇപ്പം ആ സീന് കുറച്ച് ഡിഫറെന്റ്ലിയാണ് രാഹുലണ്ണൻ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കത് വായിച്ചപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛന് ഒരു പ്രശ്നം സംഭവിച്ച് അവൻ അവിടെ നിന്ന് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ഈ ഒരു സീക്വൻസ് ചെയ്യാൻ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അവൻ്റെ വീട്ടിൽ പോയപ്പം അവൻ എൻ്റെ അടുത്ത് സംസാരിച്ചത് ഇതുപോലെ തന്നെയാണ്. അതായത് അവനൊരു ഫുട്ബോൾ, ബേസിക്കലി ഞാൻ ഇത് രാഹുലിനോട് പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒരു ഫുട്ബോൾ തട്ടിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ആ സീനിൽ ഫുട്ബോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഇനീഷ്യലി. അപ്പം ഇങ്ങനെ തട്ടിക്കൊണ്ട് നിന്നിട്ട് അവനിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കര റാൻഡം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എടാ ഇത് മറ്റേ പട്ടിയാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാഷ്വലായിട്ട് സംസാരിച്ചിട്ട് നീ പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് ചില്ലായിരുന്നു അവൻ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സീക്വൻസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത് എന്താ അവനിങ്ങനെ ഒരു പുള്ളിയുടെ ഒരു ഭയങ്കര മോശം സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് അത് എൻ്റെ തലയിൽ കിടപ്പുണ്ടായി. ഞാൻ ഒരു 10ാം ക്ലാസ്സിലേ അത് കണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് രാഹുലിനോട് പറഞ്ഞപ്പോൾ എടാ അത് കൊള്ളാം, ഈ ക്യാരക്ടറിന് അതേപോലത്തെ ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്, നീ എന്തിലെങ്കിലും ഒബ്സസ്ഡ് ആയിട്ട് നിന്നാൽ മതി. അപ്പോൾ എനിക്ക് ഒരു ഫുട്ബോൾ കൊണ്ടുവന്ന് തന്നു. സോ അത് അപ്പോഴാണ് രാഹുലേട്ടൻ ഡിസൈഡ് ചെയ്തത്. സോ ഹി വാസ് റെഡി ടു ഇംപ്രവൈസ് ഇറ്റ്. എനിക്ക് വേണ്ടി ഒരു സ്പേസ് രാഹുലേട്ടൻ തന്നു. അത് വെച്ചിട്ട് നീ പിടിച്ചോ, ബാക്കി നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ മാനസികമായിട്ടൊരു വീക്ക്നെസ് വന്ന് ഞാനത് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ബാക്കി എൻ്റെ കൂടെ നിന്നത് പ്രണവ് ചേട്ടനാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു സ്കില്ലും കൂടെ കൊണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ സീൻ അപ്ലിഫ്റ്റ് ആയേക്കുന്നത്. സോ അതൊക്കെയാണ് എൻ്റെ ഒരു പ്രണവിന്റെ കൂടെ വീണ്ടും വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സീൻ വരുന്നുണ്ട്. അതിലും ഭയങ്കര രസമായിട്ട് നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി വാക്കാവുന്നുണ്ട്. ഇയാൾ നിൽക്കുന്ന സ്പേസ് എന്താണ്, അവിടേക്ക് കിരൺ വരുമ്പം അയാൾക്ക് ഉണ്ടാവുന്ന കംഫർട്ട് ആൻഡ് ഡിസ്കംഫർട്ട് എന്താന്നുള്ള അവിടെ കറക്റ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് വിത്ത് പ്രണവ് ചേട്ടൻ ഭയങ്കര ഒരു കൈൻഡ് മനുഷ്യനാണ്. അതായത് ഞാൻ ലുക്ക് ടെസ്റ്റിനാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം പോസ്റ്റർ ഷൂട്ട് ഞാൻ തന്നെ ചെയ്തപ്പോഴൊക്കെ വൻ ഇൻവോൾവ് ആയിട്ടാണ് പുള്ളി അത് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ പടത്തിലേക്ക് ഫസ്റ്റ് ഡേ തന്നെയാണ് എൻ്റെ ആ ടെറസിലെ ഫുട്ബോൾ സീനൊക്കെ എടുത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്, ഇത് എങ്ങനെ ഇത് കറക്റ്റ് ചെയ്യുക, ഇത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഓവറായിപ്പോൾ. അപ്പം ഞാൻ പ്രണവ് ചേട്ടൻ എപ്പോൾ കണ്ടാലും ചേട്ടൻ ഒന്ന് ഫ്രീ ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി എന്ത് ചെയ്യണമെങ്കിൽ അത് നിർത്തിയിട്ട് എൻ്റെ കൂടെ വരും. എൻ്റെ ഇങ്ങനെ ആടെ പ്രാക്ടീസ് ചെയ്യും, നീ പറ ഞാൻ തിരിച്ചു പറയാം. അപ്പം പുള്ളി ഇംപ്രവൈസ് ചെയ്യും, എനിക്ക് കുറേ സജഷൻസ് തരും. സോ ഒരു കൂടെ ഉള്ള ഒരു ആക്ടറിനെ എങ്ങനെയെങ്കിലും പുള്ളി അപ്പാക്കാനും ഐഡിയാസ് തരാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഈ പറയുന്ന പോലെ ആ ലാസ്റ്റത്തെ സീനിലും ഒരു പ്രത്യേക റൈറ്റിംഗ് രാഹുലേട്ടൻ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോടാ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കോർ, എനിക്ക് പറയേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഇന്ന അറൗണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പിടിച്ചോ എന്നൊക്കെ പറയുന്ന തരത്തിൽ നമുക്ക് ഫ്രീ തന്നായിരുന്നു. സോ ഞാനും പ്രണവ് ചേട്ടനും വീണ്ടും മാറി നിന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ചേട്ടൻ ഇങ്ങനെ പറ, ചേട്ടൻ എൻ്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ പുള്ളി അല്ല വേണ്ട അത് ഇങ്ങനെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ഓഫ് സ്ക്രീൻ സംഭവിച്ചായിരുന്നു. സോ അതിൻ്റെയൊക്കെ ഒരു ഗുണവും ഭാഗ്യവും പുള്ളിയുടെ ഒരു ഹെൽപ്പും കൂടെ കൊണ്ടിട്ട് രാഹുലേട്ടനത് ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്ത് എടുക്കാനും പറ്റിയ. സോ അത് വലിയ നമ്മള് പുറത്തുനിന്ന് നോക്കുമ്പോൾ പ്രണവിനെ ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണല്ലോ കാണുന്നത്. അയാളുടെ അടുത്ത് ഇത്ര പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്നു, ഇത്ര പെട്ടെന്ന് ആ ഒരു വേവ് ലെങ്തിലേക്ക് രണ്ടുപേരും സെറ്റ് ആവുന്നു എന്ന് പറയുന്നത് സർപ്രൈസിങ്. അത് അത്ര എളുപ്പമായിരുന്നു അത്. അങ്ങനെ ഇപ്പം പുള്ളി ഇൻട്രോവേർട്ടഡ് എന്ന് പറഞ്ഞാൽ
ഒതുങ്ങി പുള്ളിയുടെ കാര്യം നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളവിടെ ചെന്നിട്ട് ചേട്ടാ മറ്റേ കുറച്ച് കഥ പറഞ്ഞു രോഹിയുടെ അവിടെ നടക്കാൻ പോയെന്നൊക്കെ കേട്ടല്ലോ, അതെന്താന്നൊക്കെ ഞാനിങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നൊക്കെ ചോദിക്കും, ഇത് ശരിക്കുള്ളതാണോ, അങ്ങനെ മറ്റേ സ്പെയിനിൽ നടന്നതൊക്കെ ശരിക്കുള്ളതാന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഇങ്ങനെ കഥ പറയും, ആടാ ഞാൻ ഇവിടെ പോയി ഇവിടെ നിന്ന് ജോലി ചെയ്തു എന്നിട്ട് മല കയറി എന്നൊക്കെ പറയും, കുറെ കഥയൊക്കെ പറയും, ശരിക്കുള്ള കഥകള്. അപ്പം അതൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ അത് ആര് ചെന്ന് ചോദിച്ചാലും പറയാം കേട്ടോ. അപ്പം എല്ലാവരായിട്ടും ഭയങ്കര ചില്ലാണ്. ഒരു സർക്കിളിന്റെ അകത്ത് നമുക്കിപ്പോൾ പുറത്ത് ഐ ഡോണ്ട് നോ, പക്ഷെ വൺസ് ഈസ് കംഫർട്ടബിൾ പുള്ളി ഓണാണ്, കഥ പറയാ അവിടെ ഇവിടെ കളിച്ചിരിച്ച് കിടക്കുക, ഇങ്ങനെ ചില്ലാണ് പുള്ളി. ഈ രാഹുൽ സദാശിവൻ മേക്കിങ്ങിനെ ലൈക്ക് മുന്നേ ആരോ കോട്ട് ചെയ്ത് കേട്ടു, ഇറ്റ്സ് ലൈക്ക് എ CBSE സ്കൂൾ. എങ്ങനെയാണ് രാഹുൽ സദാശിവൻ സ്കൂൾ ഓഫ് മേക്കിംഗ്? എനിക്ക് CBSE സ്കൂൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. രാഹുൽ സദാശിവൻ സ്കൂൾ എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷണറിയാണ് രാഘവേട്ടൻ. ഭയങ്കര എന്താ പറയാ, പുള്ളിയുടെ മൈൻഡിൽ കറക്റ്റ് ക്ലാരിറ്റി ഉണ്ട് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, അടുത്ത ഇനി 10 എന്ത് ചെയ്താൽ കൊള്ളാം, വാട്ട് ഇസ് ദ റൈറ്റ് ടൈം ഫോർ ദാറ്റ്. അല്ലെങ്കിൽ ഈവൻ എനിക്ക് ഭൂതകാലം തൊട്ട് ചേട്ടൻ അറിയാം. സോ അപ്പൊ തൊട്ടിട്ട് നമുക്കൊരു ഇൻസ്പിറേഷൻസ് തരും. ഒരിക്കലും ഈ പറയുന്ന പോലെ നീ ഇങ്ങനെ ചെയ്യ്, ഇത് തന്നെ ചെയ്യ്, ഇത് പിടിക്കുന്നൊന്നും ഇതുവരെ പോസ്റ്ററിൽ പോലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. സോ എനിക്ക് പുള്ളിയൊരു മെന്ററിനെ പോലെ തന്നെയാണ്, സ്വന്തം ചേട്ടനെ പോലെയും മെന്ററിനെ പോലെയൊക്കെയാണ്. സോ ദാറ്റ് ഈസ് ഹൗ ഐ സീ ഹിം. ആൻഡ് കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ADs ആണെങ്കിലും പറഞ്ഞേക്കുന്നത് വെച്ചാൽ രാവിലെ ഭയങ്കര കാഷ്വൽ ആണ്. സെറ്റിലൊക്കെ ഹീ നോസ് വാട്ട് ടു ഡു, അത് കറക്റ്റ് എടുത്ത് അതിന്റെ മുകളിലോട്ടൊന്നും ചെയ്യാതെ പുള്ളി ചില്ല് ചെയ്തങ്ങ് പോവാണ്. അങ്ങനെ ടെൻഷൻ അടിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. സോ എക്സ്ട്രീം ക്ലാരിറ്റി ഉണ്ട്, ഹീസ് എക്സ്പോസ് ടു ഗ്രേറ്റ് കണ്ടന്റ്, നല്ല ഒരു അടിപൊളി ടീമുണ്ട്, അവരുടെ ADs ആണെങ്കിലും അടിപൊളിയാണ്. സോ ഗംഭീര ഒരു ഓറയുള്ള മനുഷ്യൻ. അപ്പം നമുക്ക് കുറെ പഠിച്ചെടുക്കാൻ പറ്റും രാവിലെ. നിങ്ങളിപ്പോ ഭൂതകാലം മുതൽ ശേഷം ബ്രഹ്മയുഗം, ഇപ്പം ഡേസേറെ, എസ്തെറ്റിക് കുഞ്ഞമ്മയുടെ ഒരു ഈ കോമ്പിനേഷനിൽ രാഹുൽ സദാശിവൻ പ്ലസ് എസ്തെറ്റിക് കുഞ്ഞമ്മ തരുന്നത് ഭയങ്കര ഔട്ട് ആൻഡ് ഔട്ട്, നമുക്ക് ഭയങ്കര കിറുക്കിനെസ് തോന്നുന്ന ഒരു സംഗതിയാണ്. ഇപ്പം ബ്രഹ്മയുഗത്തിന്റെ ഫസ്റ്റ് വന്ന ഒരു മനയിലേക്ക് കയറുന്ന ആ ഇമേജ് ഉണ്ട്, അത് കാണുന്ന സമയത്ത് വി ഡോണ്ട് നോ സംതിങ് ഇസ് ഹാപ്പനിങ് ഇൻ ഈ ഒരു മനയിനകത്ത് എന്തോ സംഭവിക്കുന്നു ആയിരിക്കാം എന്ന് തോന്നും. പക്ഷെ ആഫ്റ്റർ വാച്ചിങ് ബ്രഹ്മയുഗം നമുക്ക് ഇതിലെ ഓരോ എലമെന്റും, എന്തിനാണ് ഈ വഴികള്, എന്തിനാണ് ഇങ്ങനെ ഒരു വീട്, എന്തിനാണ് മുകളില് ആളുകള് എന്നുള്ളത് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഡൈസറയുടെയും ഫസ്റ്റ് പോസ്റ്റർ വന്നത് ഒരു സ്ത്രീ ഇരിക്കുന്നു, ചുറ്റിലും ഒരുപാട് എലമെന്റുകൾ, അതിന് ചുറ്റും ഒരുപാട് ആളുകൾ, സൈഡിൽ പ്രണവിനെ പോലെ തോന്നിക്കുന്ന ഒരു രൂപം. ഇതും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതില് അത് ഒളിപ്പിച്ചു വെച്ചത് തന്നെയാണോ, ലൈക് സിനിമ കണ്ടതിന് ശേഷം പോസ്റ്ററും ആളുകൾ റീവിസിറ്റ് ചെയ്യണം എന്നുള്ള തോന്നലുണ്ടോ? അങ്ങനെ കോൺഷ്യസ്ലി തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് അത് വരച്ചേക്കുന്നതും. അപ്പം ഇപ്പൊ ആദ്യത്തെ വരച്ചപ്പോൾ ബ്രഹ്മയുഗത്തിൽ വരച്ചത് അതൊരു നോർമൽ ഡിജിറ്റൽ പെയിന്റിംഗ് ആണ്, എന്ന് വെച്ചാൽ ഹാൻഡ് ഡ്രോൺ തന്നെയാണ്. അതിനുശേഷം ഇപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു ഓയിൽ പെയിന്റിങ് ക്യാൻവാസിലാണ് വരച്ചേക്കുന്നത്. അത് കുറെ സമയം എടുത്തു, ഒരു 3 മാസത്തോളം നമ്മുടെ കൂടെയുള്ള ജോജോ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് വരച്ചത്. അപ്പം നമ്മളും അതിന്റെ കൂടെ കോൺസെപ്ച്വലൈസിങ്ങിലും ഇപ്പൊ രാഹുലേട്ടനും അതിന്റെ എല്ലാ സ്റ്റെപ്പിലും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതിന് കഥപരമായിട്ട് ഇപ്പം തിങ്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പടത്തിന്റെ ഉള്ളിലുള്ള എല്ലാ ലെയേഴ്സും വെച്ചുകൊണ്ട് ഒരു പെയിന്റിങ് വരയ്ക്കണം എന്നായിരുന്നു. ആസ് എ ഹോൾ അത് ആർട്ടിനും കൂടി ഉള്ളൊരു ട്രിബ്യൂട്ടായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ ആർട്ട് അല്ലെങ്കിൽ ഒരു സാധനം ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അത് പുറത്ത് വെക്കുമ്പം ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് അത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഓക്കെ വി ഹവ് മേഡ് എ പീസ്, അത് നല്ലതാണ്. ആ പടത്തിനും ഇപ്പം ആസ് എ ഫിലിം ഇസ് ഡൂയിങ് ഗുഡ്. അത് കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ ആർട്ടിലേക്ക് റീവിസിറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ ചിലപ്പോൾ അതിൽ നിന്ന് എടുക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ ആ സിനിമയുടെ അകത്തുള്ള എല്ലാവിധ എലമെന്റ്സും മാക്സിമം സിംബോളിക്കലി സിനിമയുടെ കഥ ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഓരോ ചെറിയ ഗോത്തിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം എടുത്ത് അത് തന്നെ സിനിമയുടെ കഥയാണത് ഓൺ ടോട്ടാലിറ്റി. പക്ഷെ ഒരിക്കലും അങ്ങനെ പടം കണ്ടിട്ട് വന്ന് നിങ്ങൾ ഡീകോഡ് ചെയ്ത് കഥ എടുത്തോ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പടത്തിന്റെ മൂഡ് സെറ്റ് ചെയ്യണം. എപ്പോഴും ഒരു ടൈറ്റിൽ ലുക്ക് കൊണ്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് പടത്തിന്റെ ടോണാലിറ്റി, ഇതായിരിക്കും പടത്തിന്റെ സംസാരിക്കാൻ പോകുന്ന വിഷയം, വാട്ട് കെൻ വി ലൈക്ക് കമ്മ്യൂണിക്കേറ്റ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഒരുപാട് ചിന്തിക്കും. ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ടെക്നിക്ക്. ഒരുപാട് രസമുള്ള എലമെന്റ്സ് കയറ്റണം, കഥ പറയാൻ പറ്റണം, അറ്റ് ദ സെയിം ടൈം നമുക്കും സന്തോഷമായിരിക്കണം അത് ചെയ്യുമ്പോൾ. സോ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ ഡയറക്ടർ ഒരു പക്ഷേ നിങ്ങൾക്ക് ഐഡിയ തരുമായിരിക്കും, ഇതാണ് നമ്മുടെ കഥ, അല്ലെങ്കിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് ഇതിലേക്ക് ഇരിക്കുന്നതെന്ന്. ചിലപ്പോ ഡയറക്ടേഴ്സ് പറയാറുണ്ട് എനിക്ക് ഇത് തന്നെ വേണം, ചിലര് അത് ഇല്ല നിങ്ങൾക്ക് ഇതിന്ന് എന്താണോ കിട്ടുന്നത് എടുക്കാം. എന്താണ് ഇതിനകത്ത് രാഹുൽ സദാശിവന്റെ ഒരു ടേക്ക്? സാധാരണ ഡയറക്ടേഴ്സുമായിട്ടുള്ള ഈ ഒരു കൊളാബറേഷൻ എങ്ങനെയാ വരുന്നത്? ഇപ്പം
ഈ 2 തരത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു 3 തരത്തിലുണ്ട്. ഫസ്റ്റ് എനിക്ക് ക്ലാരിറ്റി ഉണ്ടെന്ന് പറയുന്ന ഡയറക്ടേഴ്സായിട്ട് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി നല്ലതാണ്. ലൈക്ക് ആ ഡയറക്ടറിന്റെ വിഷൻ, ഹി നോസ് ദ ബെസ്റ്റ്. അപ്പോൾ ആ പടത്തിന് എന്താണ് ആ പടം റെപ്രസെന്റ് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ ടോണാലിറ്റി, മൂഡ് എന്നൊക്കെ ഡയറക്ടർക്കായിരിക്കും ഏറ്റവും അറിയാവുക. കാരണം അവരുടെ പടമാണത്. സോ they'll tell us, എടാ ഇതാണ് ഇന്ന കളേഴ്സ് യൂസ് ചെയ്യണം, ഈ വിഷ്വൽ എനിക്ക് ആദ്യം വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി വി കൻ ഗിവ് അവർ ഇൻപുട്സ്. അതിനെ ബെറ്റർ ആക്കാൻ എന്ത് ചെയ്യാമെന്ന് നമുക്ക് ആലോചിക്കാം. പക്ഷേ ഐ ലവ് ദാറ്റ് ക്ലാരിറ്റി. ഇപ്പം നമുക്കും അത് സുഖമാണ്, സന്തോഷമാണ്. രണ്ടാമത്തെ ടൈപ്പ് ലൈക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇതാണ് പരിപാടി, പടം കാണാം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിച്ചോ, നിങ്ങളുടെ ഫ്രീഡത്തിന് ചെയ്തോ, എനിക്ക് അങ്ങനെ ഇതൊന്നും ഇല്ല, അപ് ടു യു എന്ന് പറയുന്നത് നമ്മുടെ ജഡ്ജ്മെന്റിനെ വിശ്വസിക്കുന്നത്. അവിടെ നമുക്ക് ചെറിയ പ്രഷർ ഉണ്ടാവും, നല്ല ഗംഭീര സാധനം കൊടുക്കണം, മോശമായി കഴിഞ്ഞാൽ നമ്മൾ മോശമാക്കിന്ന് ചിന്തിക്കാം. പക്ഷെ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഓൺ ആർ ജഡ്ജ്മെന്റ്. നമുക്ക് ഒരു ഫ്രീഡം ഉണ്ട്, നമുക്കും ആർട്ടിസ്റ്റിക്കലി ഭയങ്കര പ്ലീസിങ് ആയിരിക്കും അത് ചെയ്യാൻ. പിന്നെ ചിലപ്പം രണ്ടിൻ്റെ ഇടയിലുള്ള ഇതും ഉണ്ടാവും, ചില കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഒരു സോൺ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് കൊള്ളാമെന്നുണ്ട്, എനിക്കത് അറിയില്ല വർക്കാവോ. പക്ഷെ നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് എടുത്ത് നമ്മളൊരു കൊളാബറേഷൻ പോലെ സംസാരിച്ച് ഡെവലപ്പായി വരുമായിരിക്കും. സോ ഇങ്ങനത്തെ ഒരു 3 സ്പേസാണ് എപ്പോഴും ഉണ്ടാവുക, അതിൻ്റെ പുറത്തേക്കില്ല. അപ്പം അറ്റ് ദി എൻഡ് ഇതൊരു കൊളാബറേറ്റീവ് പ്രോസസ്സാണ്. അവരുടെ ഡിപ്പാർട്ട്മെന്റ്സ് അടിപൊളിയായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. സോ വി ലൈക്ക് ടു വർക്ക് ഓൺ ഓൾ 3. നമുക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല. രാവിലെ സംബന്ധിച്ച് രാവിലെ നമുക്ക് ഫുള്ള് ഫ്രീഡം തരും. ഈ പറഞ്ഞ പോലെ DSCയുടെ സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാൻ തന്നിട്ടുണ്ടായി. വായിച്ച് കഴിഞ്ഞിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, അടിപൊളിയാവണം, ക്വാളിറ്റി ഉണ്ടാവണം എന്ന് പറയും. പിന്നീട് ഫോട്ടോഷൂട്ടിന് നമ്മൾ മൂഡ് ബോർഡൊക്കെ പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വിഷ്വൽസ് കാണിക്കുമ്പോഴൊക്കെ രാവിലെ സജഷൻസ് പറയാം, ഇത് ഇങ്ങനെ വരണ്ട, കുറച്ചുകൂടെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വേരിയേഷൻസ് വരുന്നത്. സോ ദാറ്റ് ഇസ് വെയർ ദ ഹോൾ വർക്ക് ഹാപ്പൻ. സോ ഇനീഷ്യൽ സെറ്റിംഗ് ഒക്കെ നമ്മൾ തന്നെ പിടിക്കും. ഇതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ ഇപ്പം മിക്കവാറും സിനിമയ്ക്ക് ശേഷം അതിന്റെ ഒരു ഫോട്ടോഷൂട്ട് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ പോസ്റ്റേഴ്സ് എടുക്കുന്നത്. ഇതിനിപ്പോൾ ഒരു പ്രീ പ്രൊഡക്ഷനിൽ നിങ്ങളുടെ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പം നേരത്തെ മൂഡ് ബോർഡ് സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. സ്ക്രിപ്റ്റിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ഈ പോസ്റ്ററിന്റെ ഒരു പ്രീയിലിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോറി ബോർഡ് അല്ലെങ്കിൽ മൂഡ് ബോർഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പം സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഇപ്പം ക്യാമറമാനും അല്ലെങ്കിൽ ഡയറക്ടറിനൊക്കെ അതിൻ്റെ ഒരു മൂഡ് ബോർഡും വിഷ്വൽ മൂഡ് ബോർഡും പാരലി ഉണ്ടാവും. ഇപ്പം ഈ പടത്തിൻ്റെ ആർട്ട് എങ്ങനെയായിരിക്കും, ക്യാമറ ടോൺസ്, കോസ്റ്റ്യൂം എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞൊരു പ്രോപ്പർ വിഷൻ ദേവ് ഓൾറെഡി വർക്ക്ഡ് ഓൺ. അല്ലെങ്കിൽ ഇപ്പം സ്ക്രിപ്റ്റ് ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവരത് ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളെങ്കിൽ നമുക്കത് ഡെവലപ്പ് ചെയ്ത് കിട്ടിയിട്ടായിരിക്കും നമ്മൾ ചിലപ്പം പ്രോമിനൻ്റ്ലി വർക്ക് ചെയ്യുക. പക്ഷേ പടം വായിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു മൈൻഡിൽ വിഷ്വൽ വരും, ഒരു ഇമേജറി വരും. അതിൻ്റെ മെയിൻ ആക്ടേഴ്സ് ആരൊക്കെയാണ്, അതിൻ്റെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഒളിപ്പിച്ചു വെക്കേണ്ടത് എന്താണ്, അതിൻ്റെ മാർക്കറ്റിംഗ് സ്പേസിൽ നിന്നുകൊണ്ട് നമുക്കൊരു തോട്ട് ഓട്ടോമാറ്റിക്കലി ജമ്പ് ആവും. അതേപോലെ തന്നെ ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഉണ്ടാവും ഒരു വിഷൻ. ഇതിങ്ങനെ നമുക്ക് ആദ്യം ഇങ്ങനെ കാണിക്കാം, ഒരു ടൈപ്പോ മാത്രം വിട്ടാൽ മതി എന്നൊക്കെ പറയുന്ന തരത്തിലൊരു ഐഡിയ ഉണ്ടാവും. സോ അത്തരത്തിലൊരു ഡിസ്കഷന് ശേഷം നമ്മൾ വീൽ ടേക്ക് ഇറ്റ് ടു ദ ഡിസൈൻ ടീം. അപ്പം ഡിസൈൻ ടീം നമ്മുടെ എല്ലാ ആൾക്കാരും കൂടെ ചേർന്നിരുന്ന് കുറേ ആലോചിച്ച് കുറേ റെഫറൻസുകളും ഒരു ജനറൽ മൂഡ് ബോർഡ് നമ്മളുണ്ടാക്കും. എന്ത് വിഷ്വൽ ഇത് പടത്തിന് കൊടുത്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു എന്റർടൈനർ ആണെങ്കിൽ ഓബിയസ്ലി വീൽ തിങ്ക് ഓഫ് പോപ്പ് കളേഴ്സ്, ഫൺ കളേഴ്സ്, അതെ, ഭയങ്കര ഫങ്കി സാധനങ്ങളൊക്കെ പോവാം. ഇപ്പം DSCയിലൊക്കെ വന്നപ്പോൾ നമ്മൾ കൂടുതൽ ഡാർക്ക് സ്പേസസിലോട്ടാണ് പോകാൻ നോക്കി. പക്ഷെ അതിലെങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാം, എങ്ങനെ ഒരു രാഹുൽ സദാശിവൻ ഫിലിമിന് എങ്ങനെ ഒരു പുതുമ കൊടുക്കുക എന്നൊക്കെ പറയുന്ന തരത്തിൽ ഇപ്പോൾ ടൈപ്പോഗ്രഫിക്ക് ഒരു മൂഡ് ബോർഡ് ഉണ്ടാക്കും, വിഷ്വൽസിന് വേറെ ഒരെണ്ണം, നമ്മൾ കൂടുതലും ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള സാധനങ്ങൾ റെഫർ ചെയ്യും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ പടം അറിയാലോ, കീ സീനുകൾ അറിയാലോ, അതൊക്കെ വെച്ചിട്ട് കുറച്ച് റഫ് സ്കെച്ചസ് കാണിക്കും. അപ്പോഴായിരിക്കും ഡിസ്കഷൻസ് സംഭവിക്കുക. സോ ഇത്തരത്തിലുള്ളൊരു പ്രെപ്പാണ് എപ്പോഴും സംഭവിക്കുന്നത്. പിന്നീട് DOPയുടെ ഇൻപുട്സ് ഉണ്ടാവും, ആർട്ട് ഡയറക്ടർ കാര്യങ്ങൾ പറഞ്ഞുതരും. ഇപ്പം ഞങ്ങൾ ലോഗോ ചെയ്യുമ്പോഴൊക്കെ നിമിഷേട്ടൻ ക്യാമറ ചെയ്യുന്നതുകൊണ്ടിട്ട് തന്നെ ഹീയുടെ ക്ലിയർ പിക്ചർ ആവും, എന്തൊക്കെ കളേഴ്സ് വേണം, എന്ത് കോൺട്രാസ്റ്റ് ലെവൽ ഇതിന് വേണം, എന്തൊക്കെ വിഷ്വൽ സ്റ്റൈൽ നമുക്ക് ഇതിൽ പിടിക്കാം, കോസ്റ്റ്യൂം ഇങ്ങനെ പിടിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിൽ ഈ ഗേവ് എസ് എ ഹോൾ ഗൈഡൻസ്. അപ്പം അത്തരത്തിൽ പരിപാടി ഈസി ആവും. എല്ലാ പടത്തിലും അങ്ങനെയാണ്, നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കയറി ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. എല്ലായിടത്തും നമുക്ക് ലോകയില് തന്നെ ആദ്യം വരുന്നത് നെസ്ലിനും കല്യാണിയും കൂടെ നിൽക്കുന്ന ഒരു സ്റ്റില്ല് മാത്രമേ ഉള്ളൂ. അതിലാണ് കംപ്ലീറ്റ് ആളുകൾ തിയേറ്ററിലേക്ക് കയറുന്നത്. പക്ഷെ അതിനുശേഷം നിങ്ങൾ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് റിവീൽ ചെയ്യാണ്. അതിനുശേഷം 200 കോടി വരുന്നു, ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു, പല രീതിയിൽ പോസ്റ്റേഴ്സ് കൊണ്ട് ആളുകളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു മൂഡ് തന്നെയായിരുന്നു, ഒരു സീസൺ തന്നെയായിരുന്നു ലോക എന്ന് പറയാം. ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ലോക ആൻഡ് ആഫ്റ്റർ അതിന്റെ ഒരു സക്സസ്? നിമിഷേട്ടൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കരിയറിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് ഗംഭീര സിനിമകൾ തന്നിട്ടുള്ള, വീണ്ടും എനിക്കൊരു മെന്ററിനെ പോലെ, ഞാൻ മറ്റു പടങ്ങളുടെ പോസ്റ്റർ ചെയ്യുമ്പോഴും നിമിഷേട്ടൻ അയച്ചു കൊടുക്കും ഇടയ്ക്ക്, ചേട്ടാ ഇത് വർക്കാണോ എന്നൊക്കെ ചോദിക്കും. കുറേ നാൾ നമ്മൾ ഒരു പോസ്റ്റർ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജഡ്ജ്മെന്റ് പോകും. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഞാൻ എപ്പോഴും ചോദിക്കുന്നത് നിമിഷേട്ടനോടാണ്. സോ ഹീ വിൽ ഗിവ് us
ട്രൂ സജഷൻസ്. മോശമാണെങ്കിൽ ഇടയ്ക്ക് വേറെ പോസ്റ്ററൊക്കെ ഇറക്കി കഴിയുമ്പോൾ വിളിച്ചിട്ട് പറയും ഈ എന്ത് പോറാടാ എന്നൊക്കെ പറയും. സോ എനിക്ക് നിമിഷേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഒരു ഇൻസ്പയറിങ് സിറ്റുവേഷൻ ആണ്. സോ ഒരു ഫാമിലിയുടെ കൂടെ ഒരു പരിപാടി ചെയ്ത പോലെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഡൊമിനിക്കേട്ടനും നിമിഷേട്ടനായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതും. പിന്നെ അതിന്റെ ഫോട്ടോഷൂട്ടും ഇതേപോലെ തന്നെ നമ്മളെല്ലാം ഒരു ദിവസം അതിന് ടെസ്റ്റ് ഷൂട്ട് എടുത്തു നമ്മൾ, അത് കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ട് എടുത്തു. സോ അപ്പം ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സ്. നിമിഷേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പഠിപ്പിച്ചു തരും. ഇല്ലേ, ഇപ്പം ലൈറ്റിംഗ് പരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, സെറ്റിങ്ങിന് ഇങ്ങനെ നോക്ക്, 3D ഇങ്ങനെ ചെയ്ത് നോക്ക് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ലിമിറ്റ്സ് പുഷ് ചെയ്യും. നമ്മൾ സാധാ സാധനം ചെയ്യാൻ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് അത്രയും നല്ല സാധനങ്ങൾ വന്നേക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആണ്, നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും, എന്നിട്ട് നമുക്കത് പിടിക്കാം എന്നൊക്കെ പറയുന്ന പോലെ. സോ ഫുൾ സപ്പോർട്ട്. ഇപ്പോൾ വേഫറർ ടീം തന്നെ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഫൺ. അതിനുശേഷം ചാർലിയുടെ വരുന്നു, എല്ലാ ചാത്തൻ്റെ വരുന്നു, ഇവരുടെ ഒക്കെ അപ്പൊ നേരത്തെ നിങ്ങൾ റെഡി ആയിരുന്നു, ലൈക്ക് ഇത്ര സമയം കഴിയുമ്പോൾ നമ്മൾ ഇത് ഇറക്കുന്നു എന്നുള്ളത് പ്രിപ്പയർഡ് ആയിരുന്നു? ആക്ച്വലി ദ ടീം ഹാഡ് എ ഗ്രേറ്റ് പ്ലാൻ. അപ്പൊ അവർക്കൊരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടായിരുന്നു, എപ്പോൾ എന്തൊക്കെ കണ്ടന്റ് ഇടണം അവരെല്ലാം പ്രീവിയസ്ലി ഷൂട്ട് ചെയ്ത് വെച്ചു. നമ്മളിപ്പോ ഫോട്ടോഷൂട്ട് എടുത്തതുപോലെ തന്നെ ഇപ്പൊ മറ്റേ അവരൊരു വീഡിയോ ഇട്ടില്ലേ വെൻ ലെജൻഡ് സ്റ്റില്, അതൊക്കെ അപ്പോഴേ എടുത്തു വെച്ചാണ്. അല്ലാണ്ട് അത് ഷൂട്ട് പാക്കപ്പ് ആവുന്നതിന് മുന്നേ തന്നെ ഷൂട്ടിന്റെ സമയത്ത് തന്നെ എടുത്തു വെച്ചാണ്. അപ്പം ആ സമയത്ത് തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് തീർത്തു. അപ്പം ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു മാസം മുന്നേക്ക് നമ്മൾ ഫോട്ടോഷൂട്ട് പ്ലാനൊക്കെ ലോക്ക് ആക്കിയിട്ടാണ് ഷൂട്ട് അവർ സ്റ്റാർട്ട് ചെയ്തത്. സോ എല്ലാം ഫ്രീ ആയിട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്ന് കറക്റ്റ് കാൽക്കുലേറ്റഡ് ടൈമിനെ ഇറക്കി ഒരു ഫില്ല് ചെയ്യണം. അപ്പം അതിൽ പറഞ്ഞ അതാണ് ഭയങ്കര വിഷണറി ആൾക്കാർ വരുമ്പോൾ നിമിഷേട്ടനും ഡൊമിനിക്കേട്ടനും അതിന്റെ എല്ലാവരും കേട്ടോ. സോ യു ആർ റെഡി വിത്ത് ദാറ്റ് ഇൻഡസ്ട്രി ഹിറ്റ് പോസ്റ്റർ? അത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഹിറ്റ് ആവും എന്നറിയായിരുന്നു. അങ്ങനെ 300 കോടി അടിച്ച് ഹിറ്റാവും നമ്മൾ. പിന്നെ അതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലൊരു സ്പ്രെഡ് കണ്ടപ്പോൾ ഞാനും പടത്തിന്റെ ഒരു കുറച്ച് ബിറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ മറ്റേ കുട്ടി ഫൈറ്റ് ചെയ്യുന്ന സീനൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര രോമാഞ്ചൊക്കെ അടിച്ചായിരുന്നു. ഹിറ്റാണെന്ന് അറിയാം, ഇൻഡസ്ട്രി ഹിറ്റ് പോസ്റ്റർ ചെയ്യേണ്ടി വരും നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ സന്തോഷം അങ്ങനെയൊക്കെ കിട്ടുന്നത് ഭാഗ്യമാണ്. ഈ ഡയസിറയിലാണെങ്കിൽ നിങ്ങൾ റെഡ്, ബ്ലൂ, ബ്ലാക്ക്, ഇതൊന്നും ഈ ഒരു കളർ ടോൺ പിടിച്ചിട്ടാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതില് ഒരു പക്ഷെ സിനിമയിൽ ഡയറക്റ്റ് കണ്ടിട്ടില്ലാത്തത് വരെ നമ്മൾ പോസ്റ്ററിൽ ഇപ്പൊ പ്രണവ് ഒരു ക്രോസ് പോലെ കിടക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. അപ്പൊ അത്തരം ഇമേജസ് നേരത്തെ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡയസിറയുടെ ഒരു പ്രോസസ്സിലേക്ക് അത് എങ്ങനെ എത്തണേ? ഈ പറഞ്ഞ പോലെ തന്നെ സെയിം പ്രോസസ് ആയിരുന്നു. നമ്മൾ പ്രീവിയസ്ലി ഫുൾ പ്രീ പ്ലാൻ ചെയ്തിട്ട് ഷൂട്ടിന് മുന്നേ തന്നെ ഫോട്ടോഷൂട്ട് എടുത്ത് വെച്ചിരുന്നു. സോ തലേ ദിവസം നമ്മളൊരു ടെസ്റ്റ് ഷൂട്ട് വെച്ചത്. ദാറ്റ് ഡസൻറ്റ് ഹാപ്പൻ ഒക്കേഷണലി, നമ്മൾ ഫോട്ടോഷൂട്ടിനെ ഇടയ്ക്കേ ചെയ്യുന്നത്. അപ്പം ഫോട്ടോഷൂട്ടിനൊരു ടെസ്റ്റ് ഷൂട്ട് നമ്മൾ വെച്ച് അതിൻ്റെ ലൈറ്റിംഗ് ടെസ്റ്റ് ചെയ്യാനൊക്കെ അർജുൻ കലിംഗിൽ അത് ഷൂട്ട് ചെയ്തത്. സോ നമ്മുടെ ടീമിൽ നിന്ന് എല്ലാവരും പോയി നമ്മൾ അവിടെ വെച്ച് തന്നെ ലൈവായിട്ട് പോസ്റ്റർ വെച്ച് നോക്കി, ലേ ഔട്ട്സ് വർക്ക് ആവുന്നുണ്ടോ, സ്കെച്ചസ് ഉണ്ടോ നമുക്ക് കറക്റ്റ് ലേ ഔട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ നിന്ന് പ്രണവ് ചേട്ടൻ ചെയ്ത എല്ലാ പോസ്റ്റേഴ്സിൻ്റെ എൻ്റെ പോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും ആരും കാണാതിരിക്കട്ടെ. അപ്പോൾ അത് ഞാൻ തന്നെ പോയി നിന്ന് ഷൂട്ട് ചെയ്ത് നോക്കും. എന്നിട്ട് ദിൽ സി ഇഫ് ഇറ്റ് ഇസ് വർക്കിംഗ്, ടൈറ്റിലൊക്കെ വെച്ചിട്ട് രാവിലെ തന്നെ കാണിക്കും വർക്ക് ആവുന്നുണ്ടോ, കൊള്ളാം, ഓക്കെ എന്നാൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം വന്നിട്ട് പ്രണവ് ചേട്ടൻ വന്ന് സെയിം സാധനം പുള്ളിയുടെ സാധനങ്ങൾ ഇട്ടിട്ട് വിൽ ഡെവലപ്പ്. അങ്ങനെ അതായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഒരു ബ്രാൻഡിങ് സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഒറ്റ റെഡ് തന്നെ പിടിക്കാണ്ട് ഒരു ഹ്യൂ ഓഫ് റെഡും ഒരു ബ്ലൂവിൻ്റെ കോമ്പിനേഷൻസും വേണമെന്നുണ്ടായി. പടത്തിൻ്റെ എലമെൻസിൽ റെഡ് ഉണ്ട്, ഇപ്പോൾ ക്ലിപ്പ് അടക്കം റെഡാണ്. സോ പല സ്ഥലത്തും ബ്ലഡും ഞാൻ പല ഷോട്ട് കാണുമ്പോഴൊക്കെ അവിടെ എന്തെങ്കിലും ഒരു റെഡ് എലമെന്റ് പുള്ളി വെച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് റെപ്രസെൻറ്റഡ് ഫിയറും ദ ഫിലിം ആസ് എ ഹോൾ. സോ അങ്ങനെയാണ് അതിൻ്റെ ഒരു ബ്രാൻഡിങ്ങിലേക്കും പ്രോസസ്സിലേക്കൊക്കെ വന്നത്. അങ്ങനെ ചെയ്ത് എല്ലാം പ്രീവിയസ്ലി ഷൂട്ട് ചെയ്ത് നമ്മൾ ഇറക്കി പോയത്. ഇപ്പോഴും ഇറക്കി തീർത്തിട്ടില്ല, അതിനൊരു കുറച്ചുകൂടി ഉണ്ട്. സോ ഈ ഒരു വർഷം 2025 വരുമ്പോൾ പോസ്റ്റർ വൈസ് യു ആർ ഡൂയിങ് ആൻഡ് യു ഹാവ് ഡൺ ഒരു ബഞ്ച് ഓഫ് ബ്രില്യന്റ് വർക്ക്സ്. അതേപോലെ തന്നെ പടക്കളം വന്നു. പടക്കളത്തിലെ ക്യാരക്ടർ ഒരു ആസ് എൻ ആക്ടർ നിങ്ങൾക്ക് തരുന്ന ഒരു സ്പേസ് ഹ്യൂജ് ആണ്. അതിലുണ്ടാവുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിൽ ആ മൊത്തം ടീമിന് തന്നെ കിട്ടുന്ന ഒരു വിസിബിലിറ്റി ആ പടത്തിന് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ തുടക്കത്തിൽ ഉള്ള പുഷിനേക്കാളും കൂടുതൽ പിന്നീട് വന്നു. OTT വന്നപ്പോഴേക്ക് വലിയ ബൂം അത് ഉണ്ടാക്കി. സോ 2025 നോക്കുന്ന സമയത്ത് ഇറ്റ്സ് റിച്ച്, ഭയങ്കര റിച്ച് ആണ്. ഹൗ ഇസ് ദാറ്റ് ഫീലിംഗ്? റിച്ചാണോന്ന് അറിയില്ല, പൈസ കൊണ്ടല്ല, പടങ്ങൾ കൊണ്ട് റിച്ച് ആണ്. എനിക്ക് ആസ് എൻ ആക്ടർ ഐ എം വെരി ബ്ലെസ്ഡ് ഫോർ ദാറ്റ്. എനിക്ക് ഡിസൈൻ ടീമിനാണെങ്കിലും ആസ് എസ്തെറ്റിക് കുഞ്ഞുമ്മ ഓൾസോ നമ്മുടെ ടീമിനും അടിപൊളി വർക്കിൻ്റെ ഭാഗമാകാൻ പറ്റി. എനിക്കും ഇപ്പം പടക്കളം ഒക്കെ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു വലിയ ഭാഗ്യം അങ്ങനെ ഒരു ടീമിലും ഫ്രൈഡേയുടെ പടം അഭിനയിക്കാൻ പറ്റുന്നത്. സോ ഐ വാസ് ഏബിൾ ടു എക്സ്പ്ലോർ എ ലോട്ട്. ഇതിൻ്റെ ഇടയിൽ ലവ്ലി ഇറങ്ങിയായിരുന്നു, ഇപ്പം DSR ഇറങ്ങി. സോ പല വേരിയേഷനുള്ള ക്യാരക്ടേഴ്സ് വരാൻ പറ്റുന്നതും ഈ ഒരു ടൈമിലൊക്കെ അങ്ങനെ കിട്ടുന്നതൊക്കെ ഭയങ്കര ഭാഗ്യം.
ഈ പടക്കളത്തിലെ കഥ ആദ്യം കേട്ടപ്പോ ട്രിക്കാന്ന് തോന്നിയോ? ലൈക്ക് ഇത് എന്ത് സംഭവിക്കുന്നതെന്ന് തോന്നിയോ? എനിക്ക് കൺഫ്യൂഷൻ ആയി. വായിച്ചിട്ട് ഒരു സമയം എത്തുമ്പോഴത്തേക്കും ഡയലോഗ് സന്ദീപ് പറയുന്നത്, സുരാജ് പറയുന്നത്, അങ്ങനെ സുരാജേട്ടൻ പറയുന്നതൊക്കെ ബ്രാക്കറ്റിലൊക്കെ ഇട്ട് എന്തൊക്കെയോ കൺഫ്യൂസിങ് ആയിരുന്നു. പക്ഷെ വായിച്ചൊരു പാതി എത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര ട്രിപ്പി സാധനമാണ്, പൊളിക്കും എന്നൊക്കെയുള്ളൊരു എക്സൈറ്റ്മെന്റ്. ഇപ്പൊ മനുഷ്യചേട്ടൻ ഒന്നും പറഞ്ഞില്ല, പുള്ളി സ്ക്രിപ്റ്റ് കണ്ട് അത് വായിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. ഞാനിത് വായിച്ച് ഭ്രാന്തായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ എല്ലാവരും ഒരേപോലെ എന്റെ കൂടെ ഇരുന്ന്, ഞാൻ അപ്പോഴാ സാഫിനെയും സന്ദീപ് ഇവരൊക്കെ പരിചയപ്പെടുന്നത്, അവരും ഭ്രാന്തായിട്ടിരിക്കും ഇതെന്താ. പക്ഷെ മനുഷ്യചേട്ടൻ പുള്ളി പിടിച്ചതാണ്. ഇനി വരാനിരിക്കുന്ന ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പൊ കാന്തയുടെ പോസ്റ്റേഴ്സ് വന്നത് തന്നെ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ലൈക്ക് ഒരു ഏജ് പിടിക്കുന്നു, അതിലേക്കുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ അന്ന് കണ്ടിട്ടുള്ള സിനിമകളുടെ ഒരു മൂഡിലേക്ക് വരുന്നു, MMN വരുന്നു. സോ ഒരു വലിയ ഫ്യൂച്ചർ തന്നെ ഈ 2025 ഇനിയും ബാക്കിയുണ്ട്. സോ ഈ വരുന്ന പ്രോജക്റ്റുകൾ, അതിലേക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? നമുക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള പ്രോജക്റ്റുകളാണ് ഇതെല്ലാം. പേട്രിയോട്ടും പിന്നെ കാന്തയുണ്ട്, കുറച്ച് നമ്മൾ തെലുങ്ക് തമിഴിലൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഹിന്ദി പടവും ചെയ്യുന്നുണ്ട്. ഹിറ്റ് നമ്മളായത് കുറെ നല്ല പടങ്ങളുടെ ഭാഗമാകാൻ പറ്റുന്നുണ്ട്, ഇപ്പോഴും നല്ല കിട്ടുന്നുണ്ട്. സോ സന്തോഷം, വെരി വെരി എക്സൈറ്റഡ്. നമ്മള് ചെറിയ നെർവസ്നെസ് ഉണ്ട്, നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു പ്രഷറുണ്ട്. പക്ഷെ ഉറപ്പായിട്ടും നമ്മൾ വിൽ ട്രൈ അവർ ബെസ്റ്റ്, അങ്ങനെയുള്ളൊരു സ്ഥാനത്തിലിരിക്കുന്നു. ഈ മമ്മൂട്ടി സിനിമകളുടെ സ്ഥിരമായിട്ട് എസ്തെറ്റിക് കുഞ്ഞമ്മയായിട്ട് എടുക്കുന്നുണ്ട്. ഞാനൊന്ന് ബ്രഹ്മയുഗത്തിലെ ആ ലൈക്ക് ഒരു പക്ഷേ ആ ഫോട്ടോഷൂട്ടിൽ മമ്മൂട്ടി അങ്ങനെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റീസൺ കൂടെ ഇസ് യു ഗൈസ്. അപ്പൊ ഈ മമ്മൂട്ടിയായിട്ടുള്ള ഈ ഒരു അസോസിയേഷൻ, അതിനുശേഷം വേഫറുമായിട്ട് സ്ഥിരമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ബോണ്ട് അങ്ങനെയല്ല. എനിക്ക് മമ്മൂക്കിനെ ഭയങ്കര ഇഷ്ടമാണ്. ആസ് എൻ ആക്ടർ ഓൾസോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിസ് വർക്ക്സ്. അപ്പം എനിക്ക് മമ്മൂക്ക കണ്ണൂർ സ്ക്വാഡിൽ വർക്ക് ചെയ്യാനൊരു അവസരം തന്നിട്ടുണ്ട്. അതേപോലെ ബ്രഹ്മയുഗം തന്നു. അപ്പം ബ്രഹ്മയുഗത്തിലും രാഹുലേട്ടനാണ് നമ്മളെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞിട്ടാണെങ്കിലും ഹി വാസ് ഹാപ്പി വിത്ത് ഇറ്റ്. അപ്പം ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഒന്നുകൂടെ കൺവിൻസ് ചെയ്ത് പ്രോപ്പർ ഐഡിയ ഒക്കെ കൊടുത്ത് പിന്നെ ചെയ്ത് അത് വർക്കൗട്ടായി. അതിനുശേഷം നമ്മൾ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ചെയ്തു. സോ അങ്ങനെ വെരി ലക്കി ടു ബി പാർട്ട് ഓഫ് ഓൾ ഓഫ് ദീസ്. വേഫറും ഈ പറയുന്ന പോലെ ഞാൻ കുറുപ്പ്, അങ്ങനെ കാന്ത, അങ്ങനെ ലോക, അങ്ങനെയൊക്കെയാണ് കണക്ട് ആയി പോയത്. സോ അങ്ങനെ അവര്, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഫാമിലി ആയിട്ട് റെക്കമെൻഡ് അങ്ങനെയല്ല. അത് ഞാൻ ജസ്റ്റ് ഒരു എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചർ ലൈക് പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ് വരുന്നത് ഫോർ ബോത്ത് എസ്തെറ്റിക് കുഞ്ഞമ്മ ആൻഡ് അരുൺ രണ്ടുപേരും? നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ കാന്ത പേട്രിയോട്ട് അല്ലാതെ ഖലീഫയിൽ ഭാഗമാണ്. അപ്പം ഓൾസോ വി ആർ ഡൂയിങ് ഒരു തമിഴ് പടമുണ്ട്, അശോക് സെൽവൻ സാറിന്റെ പടം മന്ദാടി എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് ഫിലിമുണ്ട് സൂരി സാറിന്റെ. ഇപ്പോൾ ഒരു ഹിന്ദി പടം ചെയ്യുന്നുണ്ട് ആലിയ ഭട്ടിന്റെ. അപ്പം അതിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നു. സോ അതൊരു എക്സൈറ്റിംഗ് ഫൺ സാധനമാണ്. തെലുങ്കിൽ കുറച്ച് നാഗചൈതന്യ സാർ, രശ്മിക മാമിന്റെ ഒക്കെ ഒരു പടം, അങ്ങനെ കുറച്ച് അഭിനയിക്കുന്നത് ഞാൻ സർവമായയിലാണ് ഇപ്പൊ അഭിനയിച്ചത് ലാസ്റ്റ്. ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട്. പോസ്റ്റർ നമ്മളാ ഭയങ്കര ഡിഫറെന്റ് അല്ലേ? ലൈക്ക് പകുതി വെച്ചിട്ട് കൊടുക്കുന്നു. ഡയറക്ടർ ഇസ് ഓപ്പൺ, നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉള്ള ഒരു പടമാണ്. സോ എന്നാൽ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് അത്രേ ഉള്ളൂ. സോ ഡൈസറയാണ് ഇപ്പൊ കത്തി നിൽക്കുന്നത്. സോ അതിൽ കിട്ടിയിട്ടുള്ള ഓഫ് കോഴ്സ് പല രീതിയിൽ ആളുകൾ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, എന്തിനാണ് ആ ചെറുക്കനെ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു സാധനം. അപ്പൊ അത്രയും സമയം കൊണ്ട് ആളുകളിലേക്ക് കിരൺ കണക്ട് ആവുന്നു എന്നുള്ളതാണല്ലോ അവിടെ വരുന്നത്. ഈ ഒരു സ്നേഹം എങ്ങനെയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? എനിക്ക് എന്നെ കുറെ പേര് വിളിച്ചു പറയുന്നുണ്ട്, ഭയങ്കര സന്തോഷം ആണ് അതിൽ. ഇപ്പം കുറെ പേര് ഇപ്പൊ കമന്റ്സിലൊക്കെ ബ്രോ കാമാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ബ്രോ ഡിസ്ചാർജ് ആയോ എന്നൊക്കെ ചോദിക്കുന്നത്. കുറെ പേര് എന്നെ ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴും ചില സീനിലൊക്കെ ഇങ്ങനെ ഉയ്യോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി, പിന്നെ പുറത്തൊക്കെ വന്നിട്ട് എന്നെ തൊട്ടൊക്കെ നോക്കിയിട്ടാണ് പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഇല്ല കുഴപ്പമില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രണവ് ചേട്ടൻ്റെ വീട്ടിൽ പോയായിരുന്നു. നമ്മളെല്ലാവരും അന്ന് രാത്രി പോയപ്പം പ്രണവ് ചേട്ടൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മോനെ നന്നായിട്ട് ചെയ്തു, നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ ഷൂട്ട് ചെയ്തപ്പോൾ എന്നൊക്കെ ജെന്യൂനായിട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ലില്ല സേഫായിട്ട് ഷൂട്ട് ചെയ്തു. അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളും വന്നു. ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ച് റാൻഡംലി ഒക്കെ വിളിച്ച് ബ്രോ തകർത്തു ബ്രോ കേൾക്കുമ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷവും. പിന്നെ ഞാൻ ഏറ്റവും എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ളത് വിനീത് ശ്രീനിവാസൻ സാറ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ
എടാ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൗഡ് സ്പീക്കറിലിട്ട് ഇങ്ങനെ കേൾപ്പിക്കും. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ അത് കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഞാനും അച്ഛനും കൂടെ വിനീതേട്ടൻ്റെ അടുത്ത് ഒരു ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു, തട്ടത്തിമറയത്തിൻ്റെ. സോ അന്ന് എനിക്കത് കിട്ടിയില്ല. എൻ്റെ കൂടെയുള്ള 2 ഫ്രണ്ട്സാണ് അഭിനയിച്ചതിൽ. പിന്നീട് ഇങ്ങനെ വിനീതേട്ടൻ വിളിച്ചിട്ട് നന്നായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ചേട്ടാ അടുത്ത പടത്തിൽ വിളിക്കില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കുറച്ച് നല്ല മൊമെന്റ്സ്. സോ മലയാളത്തിലേക്ക് വീണ്ടും നമ്മൾ എക്സ്പെരിമെന്റ്സ് കൂടി വരുന്നു, അതിന്റെ ഭാഗമായിട്ട് വരുന്നു. ആൻഡ് ഇറ്റ്സ് ഗിവിങ് യു ഹ്യൂജ് സ്പേസ്. ഭയങ്കരമായിട്ട് ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഈ ഒരു വിജയം തുടർന്നു പോകട്ടെ. ലൈക്ക് വലിയ രീതിയിൽ എക്സ്പെരിമെന്റ്സ് മലയാള സിനിമയിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അരുണും എസ്തറ്റിക് കുഞ്ഞമ്മയും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ റോൾ. താങ്ക് യു ഫോർ ബീങ് ഹിയർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.